മനസ്സിലാക്കിയിട്ടുള്ളത്. പറയട്ടെ, അതല്ല, ഒരു ചെറിയ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ മനസ്സിലാവും. കാരണം അത് വളരെ ഒബ്ജക്റ്റീവായിട്ട് ഈ പിന്നെ കൺസെഷൻ എഗ്രിമെന്റിൽ എനിക്കൊരു ബാക്ക്ഗ്രൗണ്ട് കൂടിയുണ്ട്. പ്രശ്നം ഇതാണ്. അല്ലല്ലോ, ഒരു നിമിഷം. താങ്കൾ ഈ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് താങ്കൾ ആധാരമാക്കുന്ന ഡോക്യുമെന്റുകളാണ്. ഈ ഡോക്യുമെന്റ് താങ്കളും അത് വെച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതൂ, റഹീമും ഒരു ലേഖനം എഴുതട്ടെ, വിഷ്ണുവും എഴുതട്ടെ, മൂന്ന് തരത്തിലായിരിക്കും. പക്ഷേ ഞാൻ അതുകൊണ്ട് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് രേഖകളാണ്. അതുകൊണ്ട് ഞാൻ എഴുതിയ ലേഖനവും അതിനെ അടിസ്ഥാനപ്പെടുത്തിയതായതുകൊണ്ട് വസ്തുനിഷ്ഠമാണെന്ന് പറയുന്നത് നിൽക്കാത്ത അല്ലല്ല, അങ്ങനെയല്ല, അത് ശരിയല്ല വേണു പറഞ്ഞ. കാരണം ഓഡിറ്റ് ഓഫീസർ ആയിരുന്ന ആളാണ് ഞാൻ. ഓഡിറ്റ് എംപ്ലോയീസ് ആണ് മറ്റേതും ചെയ്യുന്നത്. ഓഡിറ്റ് ഓഫീസർ കലാകൗമുദിയിലാണോ ലേഖനം എഴുതുന്നത്? ഓഡിറ്റ് ഓഫീസർ കലാകൗമുദിയിലാണോ ലേഖനം എഴുതുന്നത്? ഓഡിറ്റ് ഓഫീസർ എന്ന നിലയ്ക്കുള്ള മികവ് കലാകൗമുദിയിലൂടെ അല്ലല്ലോ അറിയേണ്ടത്. ഓഡിറ്റ് ഓഫീസർ എന്നുള്ള മികവ് താങ്കളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ആദരവായി താങ്കളെ CAGയുടെ കൺസൾട്ടന്റ് ആയി ഈ വിഷയത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു തർക്കവുമില്ല. അങ്ങനെ എനിക്ക് അറിഞ്ഞൂടെ ലേഖനം എഴുതിയോണ്ടാണോ എന്നെ തെരഞ്ഞെടുത്തത് അറിയില്ല. പക്ഷെ അത്തരം ഒരു ചോദ്യത്തിന് അവസരം ഉണ്ടാക്കി. മാത്രമല്ല, താങ്കൾ ഇത്രയും ഒരു പ്രൊഫഷണൽ എത്തിക്സ് ഉള്ള ഒരാളാണെങ്കിൽ ഞാൻ ഇല്ല എന്ന് പറയാം. എനിക്കിതിലൊരു നിലപാടുണ്ട്. എന്തുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒരു കൺസെഷൻ എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ മട്ടാഞ്ചേരി ബ്രിഡ്ജ് ഓഡിറ്റ് ചെയ്ത ആളാണ്. ആ മട്ടാഞ്ചേരി ബ്രിഡ്ജാണ് ഒരു ഉദ്യോഗസ്ഥ നിലയിൽ താങ്കൾ മുൻപ് ചെയ്ത കാര്യങ്ങളോ താങ്കളുടെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും സംശയമോ അല്ല ഇവിടെ ഉന്നയിക്കുന്നത്. ശ്രീ തുളസീധരൻ പിള്ള, ചെറിയ കാര്യം, വിഷ്ണുവിനെ ഒരു കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കൂ. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഇപ്പോൾ പറയുകയാണ്, താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, താങ്കൾക്ക് തോന്നിയ ഒരു ധാരണയാണ് അവിടെ യൂസേഴ്സ് ഫീ ഈ പറയുന്ന മത്സ്യബന്ധന തൊഴിലാളികളിൽ 12.6 എന്താ എഴുതിയിരിക്കുന്നത് വായിക്കട്ടെ. പറയൂ സർ. The user fee payable in accordance with the provisions of this agreement for and in respect of the funded works. Funded work എന്ന് പറയുന്നത് പുലിമുട്ടും ഉണ്ട്, ഫിഷർമെൻസ് ഹാർബറും ഉണ്ട്. Shall be levied, collected and appropriated by the concessionaire, Adani Group, in lieu of its obligation relating to operation, maintenance, defect liability and other functions. അവരാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ അവർക്ക് പിരിക്കാമെന്നാണ് 12.6. പക്ഷേ ഇവിടെ ഇതൊക്കെ താങ്കൾ ആ കരാറിന്റെ ഭാഗം വായിക്കുകയാണല്ലേ. ഈ കരാറുമായി ബന്ധപ്പെട്ട ഈ കരാർ ഉണ്ടാക്കാൻ ആളുകളെ ചുമതലപ്പെടുത്തിയ ഒരു പാവം മുൻ മുഖ്യമന്ത്രി ഉണ്ട് കേരളത്തിൽ. അദ്ദേഹം സ്വമേധയാ ഉണ്ടാക്കിയ ഒരു കരാറല്ല, ബന്ധപ്പെട്ട സെക്രട്ടറിമാരെ എല്ലാം വെച്ചുകൊണ്ട് പ്രത്യേകമായ ഒരു സമിതി, അതിനുശേഷം പിന്നെ അദ്ദേഹം ചെയർമാനായിരിക്കുന്ന ഘടകത്തിലേക്ക് അത് വരുന്നു, അവിടെ നിന്നുകൊണ്ട് അത് പരിശോധിക്കുന്നു, അല്ലേ? ശരിയല്ലേ? പിന്നെ അത് ഈ പറയുന്ന മന്ത്രിസഭയിലേക്ക് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്നതും കൂടെ താങ്കൾ വായിക്കണം. അങ്ങനെയെങ്കിൽ ഇതിൽ ആംബിഗ്വിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനഃപൂർവ്വമായി അത് ഉണ്ടാക്കിയിരിക്കുകയാണ്. അല്ലല്ല, അതാ അദ്ദേഹത്തിന്റെ വാചകങ്ങളുണ്ടല്ലോ. അദ്ദേഹത്തിലേക്ക് പോവുകയാണല്ലോ. വിഷ്ണു ഈ എഗ്രിമെന്റിൽ എങ്ങനെ പറയുന്നു എന്നാണ് പറയുന്നത്? 12.6 വേണു അതിന്റെ തൊട്ട് താഴെയാണ്. വേണു അതിന്റെ തൊട്ട് താഴെ അദ്ദേഹം വായിക്കുന്നില്ല. അതിന്റെ തൊട്ട് ഫോർ ദ അവോയ്ഡൻസ് ഓഫ് ഡൗട്ട്, കൃത്യമായ വാചകം അത് തന്നെയാണ്. ഫോർ ദ അവോയ്ഡൻസ് ഓഫ് ഡൗട്ട്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ഫിഷിംഗ് ഹാർബർ വിൽ റെസ്റ്റ് വിത്ത് അതോറിറ്റി, ഗവൺമെന്റിന്റെ കയ്യിലാണ്. ശ്രീ തുളസീധരൻ, ഫോർ ദ അവോയ്ഡൻസ് ഓഫ് ഡൗട്ട്, ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ഫിഷിംഗ് ഹാർബർ വിൽ റെസ്റ്റ് വിത്ത് ദ അതോറിറ്റി. അതോറിറ്റിയുടെ അത് ഗവൺമെന്റ് ആണ്, അദാനിയല്ല. അതോറിറ്റി ആരെ കൊണ്ട് ചെയ്യിക്കും? അത് അദാനിയല്ല, ഗവൺമെന്റ് ആണ്. അതോറിറ്റി ആരാ? അദാനിയാണ്. വേറൊരു കോൺട്രാക്ടർക്ക് അതോറിറ്റി അദാനിയാവുന്നത് പറ്റൂല. അതോറിറ്റി ആരാണ്? ഗവൺമെന്റ് ഓഫ് കേരളയാണെന്ന്. പക്ഷെ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അത് അതോറിറ്റി ആരെങ്കിലും ഗവൺമെന്റ് ആണ്. ഫോർ ദ അവോയ്ഡൻസ് ഓഫ് ഡൗട്ട് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ ഫിഷിംഗ് ഹാർബർ വിൽ റെസ്റ്റ് വിത്ത് അതോറിറ്റി എന്ന് പറഞ്ഞാൽ പിന്നെ അദാനിയാണോ വായിക്കാഞ്ഞത്? ഏത് ഇപ്പൊ വിഷ്ണു വായിച്ചത് ഇതുണ്ട്, ഇവിടെയുണ്ട്. ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ അങ്ങ് വായിച്ചില്ല. റഹീമേ, അല്ലല്ല, ഞാനിതിനകത്ത് കാഴ്ചക്കാരനിരിക്കും. അദ്ദേഹം ഒരു എക്സ്പെർട്ടാണ്. ഞാൻ കാര്യപ്പെട്ടെ, ശ്രീ വേണു എൻ്റെ അടുത്ത് കാണിച്ചാൽ ഞാനൊരു പക്ഷേ ഒച്ച എടുത്ത് നിൽക്കും. ശ്രീ വേണു ഈ കാണിക്കുന്നത് ഏതാണ്ട് ഒരു അർണബ് ഗോസ്വാമിക്ക് പഠിക്കലാണ്, മോശമാണ്. ഞാൻ ഒരു ഞാനും ഈ പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളായി. എനിക്ക് വേറെ ഏതെങ്കിലും ഒരു കളരിയിൽ പോയി പഠിച്ച് ഉപജീവനത്തിനായി ഈ പണിയുടെ രൂപം മാറ്റി വേറൊരു മാതൃകയെ അന്ധമായി അനുകരിച്ച്
ജീവിതോപായം കണ്ടെത്തേണ്ട ഗതികേടില്ല. ഉണ്ടാകുമ്പോൾ ഞാൻ അങ്ങയോട് പറയാം. പക്ഷേ ഞാൻ പറയട്ടെ, അല്ലല്ല, ഇതിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞതിനുള്ള മറുപടി ഇനി അങ്ങ് പറഞ്ഞു. അല്ല, അതിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിനകത്ത് അദ്ദേഹം ഒരു എക്സ്പെർട്ടാണ്. നമ്മൾ അദ്ദേഹത്തെ ആ നിലയിൽ കാണാം. അദ്ദേഹം സ്ഥിരം ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരാളാണ്. ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളല്ല. അദ്ദേഹത്തോട് നമ്മൾ കാണിക്കേണ്ട ഒരു ജനാധിപത്യപരമായ ഒരു ലിബറലിസം ഉണ്ട്. താങ്കൾ എന്നോട് ഒരു പക്ഷേ അത് കാണിക്കണമെന്നില്ല. ഞാൻ പിടിച്ചു ഇതൊന്നുമല്ല. ഇതൊക്കെ ഒരു സംവാദം. അദ്ദേഹം വായിക്കാനിരിക്കുക. താങ്കൾ ചോദിക്കുന്ന ചോദ്യം എന്തുകൊണ്ട് വായിച്ചില്ല? അദ്ദേഹം വായിക്കില്ല. വിഷ്ണു പിന്നെ അതേ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഇത് ഒരു കാര്യം കൂടിയുണ്ട്. ഇതൊരു കൺസൾട്ടന്റ് റഹീം പറഞ്ഞതുപോലെ അങ്ങയെ വായിക്കാൻ അനുവദിച്ചില്ല. പക്ഷെ വിഷ്ണു വായിച്ചല്ലോ, അങ്ങ് വായിക്കാണ്ടിരുന്ന ഭാഗം. ഇനി ഒരു നിമിഷം, ഇനി ആ പറഞ്ഞൊരു ക്ലാരിറ്റി തരാം. ഒരു മിനിറ്റ്. അതായത് ഒരു കൺസൾട്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലുള്ള ഹാൽഡിയെ പോലുള്ള ഒരു കൺസൾട്ടന്റ് അല്ല ഞാൻ. അങ്ങ് മാർക്ക് ചെയ്ത രണ്ടാമത്തെ വായിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. യൂസർ ഫീ ആര് ഏർപ്പെടുത്തും? അത് പറഞ്ഞിട്ട് പോവാം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക്. യൂസർ ഫീ ഇതിന്റെ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർസ് നടത്തുന്ന ആള് ആണെങ്കിൽ അയാൾക്ക് പിരിക്കാൻ അധികാരം ഉണ്ടെന്നാണ് എഴുതി. അല്ലല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടില്ല. ഇതിന്റെ അതോറിറ്റി ആരാണ്? ഞാൻ പറഞ്ഞത് ഇത് കൺസൾട്ട്, എന്റെ സെന്റൻസ് അല്ല ഇത്. ഞാൻ ആകെ അവിടെ ഉണ്ടായിരുന്നത് 8 ദിവസമാണ്. അതിനുശേഷം CNTG റിപ്പോർട്ടാണ് ഇത്. വെറ്റ് ചെയ്ത് CNTG ഒപ്പിട്ട റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? അനന്തമായ സമയം അള്ളാഹുവിന്റെ ഖജനാവിലേ ഉള്ളൂ റഹീമെ, ഇവിടെ ഇല്ല. ഡോക്ടർ BA പ്രകാശ്, ഇവിടെ രണ്ടാമത്തെ ഒരു വിഷയം, പ്രിൻസിപ്പൽ AG ഇതിന്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായി തുറമുഖ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായുള്ള യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. പക്ഷേ പ്രിൻസിപ്പൽ സെക്രട്ടറി പങ്കെടുക്കുന്നു. അതിനുശേഷം അത് മിനിറ്റ്സ് ആക്കിയിട്ട് പറയുകയാണ് ഈ പറയുന്ന പ്രിൻസിപ്പൽ AG പങ്കെടുക്കണം, അടുത്ത ദിവസം നിശ്ചയിക്കണമെന്ന്. അത് ഉമ്മൻചാണ്ടി ചൂണ്ടിക്കാട്ടുകയാണ് അതുണ്ടായില്ല എന്ന്. അതുകൊണ്ട് തന്നെ സർക്കാർ നൽകുന്ന വിശദീകരണത്തിൽ പൂർണ്ണമായ അവസരം സർക്കാരിന് മനഃപൂർവ്വം കിട്ടാതിരിക്കുക, എന്നാൽ ആ അവകാശം നിഷേധിച്ചതിന് ശേഷം CAG കണക്കുകൾ നിരത്തുക, അത് ശരിയായോ? അതിൻ്റെ ന്യൂനത ഈ CAG റിപ്പോർട്ടിനുണ്ടോ? അതായത് ഈ റിപ്പോർട്ടിൽ ഉള്ള ചെറിയ കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഞാൻ ഈ റിപ്പോർട്ടിനെ കാണുന്നത് ഇങ്ങനെയാണ്. അതായത് ഇപ്പം ഇവിടെ ഈ പറയുന്ന ഈ വിവാദങ്ങൾക്കൊന്നും വലിയൊരു അടിസ്ഥാനമില്ല. അതിന് എൻ്റെ വാദഗതി രണ്ടാണ്. ഒന്ന്, കഴിഞ്ഞ 50 വർഷമായിട്ട് വിഴിഞ്ഞത്ത് ഒരു ഇത് നടപ്പിലാക്കണമെന്ന് CPയുടെ കാലം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ 60 വർഷമായിട്ട് ഇവിടെ സക്സസീവായിട്ടുള്ള ഗവൺമെൻറ്റുകൾ ഇരുന്നിട്ടും ആ പ്രോജക്റ്റ് ഒന്നും മെറ്റീരിയലൈസ് ചെയ്യാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിൻ്റെ ഏറ്റവും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് കഴിഞ്ഞ 60 വർഷമായിട്ട് ഇവിടെ സർക്കാരുകൾ അധികാരത്തിൽ ഇരുന്നിട്ട് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. വേറെ ആരും ഇവിടെ വരാനുണ്ടായിരുന്നില്ല, വേറെ ആരും ഇത് ഏറ്റെടുക്കാനുണ്ടായിരുന്നില്ല. ഏറ്റെടുത്ത് ഈ കൂട്ടരാണ് എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞ രീതി അനുസരിച്ചുള്ള ചില ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ കൊടുത്തിട്ടുണ്ടാവും. ഒന്ന്. പക്ഷേ അവിടെ പ്രശ്നം എന്താണ്? സംസ്ഥാനത്തിൻ്റെ താല്പര്യത്തിൽ ഈ പ്രോജക്റ്റ് വേണോ വേണ്ടിയോ എന്നുള്ളതാണ് പ്രശ്നം. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ റിപ്പോർട്ടാണല്ലോ നമ്മുടെ മുന്നിലുള്ള CAG റിപ്പോർട്ട് എന്തോ വലിയ വേദവാക്യം പോലെയാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു മെത്തഡോളജി പരിശോധിക്കും. അതായത് അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതൊരു ഫൈനാൻഷ്യൽ അനാലിസിസാണ്. അതായത് ഒരു പ്രോജക്റ്റ് നമ്മൾ അങ്ങോട്ട് നടപ്പിലാക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭാവിയിൽ കിട്ടാൻ എത്രത്തോളം പണം കിട്ടും, അത് ഫൈനാൻഷ്യലായിട്ട് വയബിളാണോ അല്ലയോ എന്നുള്ള ഒറ്റ കാര്യമാണ് അങ്ങേര് പരിശോധിച്ചിരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു സംസ്ഥാനം നടത്തിയ നിക്ഷേപത്തിന് അനുപാതികമായി ഈ പണം കിട്ടുന്നില്ല. ഇത്രയാണ് ഇതിന്റെ ഇതാണ് ലാവലിന്റെ കാര്യത്തിലും ഞാനൊന്ന് പറയട്ടെ. പക്ഷേ ഇത് അപ്പം ഞാനീ പറയുന്നത് എന്താണെന്ന് അറിയാം, ഈ തരത്തിലുള്ള വലിയ തരത്തിലുള്ള പ്രോജക്റ്റ് സാധാരണഗതിയിൽ വിലയിരുത്തുന്നത് വെറും ഒരു ഫൈനാൻഷ്യൽ ഒരു നിമിഷം ഡോക്ടർ BA പ്രകാശ്, ഇതിൻ്റെ മാനകങ്ങൾ എന്താണ് എന്നാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ കുളച്ചിലുമായൊരു താരതമ്യം നടത്തുന്നുണ്ട്. ഉമ്മൻചാണ്ടി പറഞ്ഞ കുളച്ചിൽ വന്നിട്ട് തന്നെയില്ല, പിന്നെ എങ്ങനെയാണ് അതുമായി താരതമ്യം ചെയ്യാൻ കഴിയുക? രണ്ട്, ഇതിൻ്റെ നഷ്ടം എങ്ങനെയാണ് ഇപ്പോൾ നിശ്ചയിക്കാൻ കഴിയുക? തുടങ്ങിയിട്ട് പോലും ഇല്ലല്ലോ. ഇവിടെ ഈ ലാവലിൻ്റെ CNTG കണക്ക് എന്താണ്? മഴ പ്രതീക്ഷിച്ചത്ര ഇതിൻ്റെ കണക്കെടുത്തതിലെ പിഴവ് ഉൾപ്പെടെ ഉണ്ടെങ്ങനെയെങ്കിൽ മഴയുടെ കണക്ക് ഉൾപ്പെടെ എടുത്തിട്ടാണ് പറയുന്നത് ഈ ജലവൈദ്യുത പദ്ധതിയുടെ ലാഭനഷ്ടങ്ങൾ CNTG അന്ന് എത്തിയത്. അങ്ങനെ വരുമോ വരില്ലയോ എന്ന് മഴക്കാരനെ അടിസ്ഥാനപ്പെടുത്തി CNTG ഉണ്ടാക്കുന്ന റിപ്പോർട്ട് ഇവിടെ കുറെ കാലം വേദവാക്യമായിരുന്നു. അതായിക്കോട്ടെ, അത് രാഷ്ട്രീയമായിട്ട് ഇപ്പോൾ ഓരോ ആവശ്യത്തിന് വേണ്ടി ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ല ഞാൻ പറയുന്നത് എന്താണെന്ന് പറയാം, ഇതിനകത്തൊരു ഡോക്ടർ BA പ്രകാശ് പറയുമ്പോൾ ഇടപെടുമ്പോൾ ഞാൻ ആരെയും അനുകരിക്കുന്നില്ല അല്ലേ റഹീം? അപ്പൊ ഞാൻ ആരെയും അനുകരിക്കുന്നില്ല അല്ലേ റഹീം? അല്ല, അപ്പൊ ഞാൻ ആരെയും അനുകരിക്കുന്നില്ല അല്ലേ റഹീം? ഇല്ലല്ല അവിടെ ശരി, ഞാൻ BA പ്രകാശ് പറയുമ്പോൾ ഇടപെടുന്നു. അതായത് ഇതിൻ്റെ ബേസിലുള്ള ഒരു മെത്തഡോളജിക്കൽ പ്രശ്നം ഞാൻ പറയാം. അതായത് ഈ തരത്തിലുള്ള വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ബെനിഫിറ്റും മോണിറ്ററി റിട്ടേണും എല്ലാം നമ്മൾ എടുക്കേണ്ടത്.
അതുമൂലം പിന്നീട് എത്രത്തോളം എംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നു, എത്രത്തോളം ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എത്രത്തോളം മറ്റ് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടാകുന്നു. ഇതിനെ നമ്മൾ സാധാരണ ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ സോഷ്യൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയും. ഒരു സമൂഹത്തിന് എത്ര കിട്ടും, എത്ര നേട്ടങ്ങളുണ്ടാവും, എത്ര ദോഷം ഉണ്ടാവും. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പ്രവചനാതീതമായ നേട്ടം ഉണ്ടാകുമെന്നല്ലാതെ ഈ കരാറിന്റെ സൃഷ്ടാവായ ഉമ്മൻചാണ്ടി ഒരിക്കലും പറയുന്നില്ല. എന്താണ് നാം മുടക്കുന്നത്, എന്താണ് നമുക്ക് കിട്ടുന്നത്? പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ഇത്രയും നേരം നിങ്ങൾ 4 പേരും പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക. സാറ് പറയുന്ന ഈ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് അനുസരിച്ച് വിഴിഞ്ഞത്ത് എത്ര തൊഴിലവസരം ഉണ്ടാവും, എത്ര പേർക്ക് ജോലി കൊടുക്കാൻ പറ്റും, എത്ര പേർക്ക് ബിസിനസിന് സാധ്യതയുണ്ട്, സാറിനൊന്ന് പറയാമോ? നിങ്ങൾ അത് എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട്. 2033 22 കോടി രൂപയാണ് ആകെ കിട്ടാൻ പോണത്. 2033 ആകെ 22 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ കരാർ പ്രകാരം മലയാളികൾക്ക് കിട്ടാൻ പോകുന്നത്. ഈ പറയണതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. സാറ് എഴുതി വെച്ചിരിക്കുന്ന അടിസ്ഥാനമില്ലേ? റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് അടിസ്ഥാനമില്ലേ? ഞാൻ പറഞ്ഞ എന്താണെന്നറിയാം, കരാറിൽ പറയുന്നതാണ് 2033 കേവലം 22 കോടി രൂപയെ കേരളത്തിൽ കിട്ടും. 1%, അത് 2%, 3%, അങ്ങനെ 40%. ഒരു നിമിഷം ശ്രീ ഏലിയാസ് ജോൺ, താങ്കൾ ഇത്രയും വലിയ ലാഭമാണ് അദാനിക്ക് ഇങ്ങനെ ഉമ്മൻചാണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നാണ് പറയുന്നത് എങ്കിൽ, കേരളത്തിന് തുച്ഛമായ വരുമാനമേ ഇതുവഴി കിട്ടുകയുള്ളൂ എന്നും ഉറപ്പിച്ച് പറയുന്നുവെങ്കിൽ ഉമ്മൻചാണ്ടി ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. അങ്ങനെയെങ്കിൽ അതല്ല അദാനിക്ക് കൂടുതൽ ഇത്രയും ലാഭകരമാണ് എങ്കിൽ പിന്നെ അദാനി എന്തുകൊണ്ടാണ് പ്രീമിയം എന്ന് പറയുന്ന സാധ്യതയിലേക്ക് പോകാതിരുന്നത്? അദാനി എന്തുകൊണ്ടാണ് റവന്യൂ ഷെയർ എന്നതിൽ ബലം പിടിക്കാതിരുന്നത്? അങ്ങനെ അല്ലാതെ ഈ പറയുന്ന സർക്കാരുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന തരത്തിലുള്ള നിക്ഷേപം അടക്കം വരുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയി സ്വന്തം വലിയ ലാഭം എന്തിനാണ് കുറയ്ക്കുന്നത് എന്ന് വേണു, ഇതിന്റെ കണക്ക് വളരെ സിമ്പിൾ ആണ്. അല്ല, എനിക്ക് ലളിതമായ മറുപടി വേണം. ഇത്രയും വലിയ നേട്ടമാണെങ്കിൽ എന്തുകൊണ്ട് റവന്യൂ ഷെയറിലേക്ക് അദാനി പോയില്ല? എന്റെ ചോദ്യം സിമ്പിളാണ്, ഉമ്മൻചാണ്ടി ചോദിക്കുന്നതാണ്. എന്തുകൊണ്ട് പ്രീമിയം റൂട്ടിലേക്ക് പോയില്ല? റവന്യൂ ഷെയർ ഉണ്ടല്ലോ നിങ്ങൾക്ക്. 19ാമത്തെ വർഷം 22 കോടി രൂപ തരുന്നുണ്ടല്ലോ അദ്ദേഹം 99% എടുക്കുമ്പോൾ നിങ്ങൾക്ക് 1% തരും. ഒരു വിഷയം കൂടെ ഞാൻ പറയട്ടെ, വേണു ഒരു ചോദ്യം പ്ലീസ്, ഒരു മിനിറ്റ്. അതായത് 2-3 കാര്യം എനിക്ക് പറയാനുള്ളത്. ആകെ ഈ ഫണ്ടഡ് വർക്സിന്റെ കാര്യമാണ്. അതിൽ CNAGയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ഫാക്ട് റിമെയിൻസ് ദി ആംബിഗ്വിറ്റി ഇൻ റെസ്പെക്ട് ഓഫ് ഫ്യൂച്ചർ ഫണ്ടഡ് വർക്സ് may be clarified എന്ന് പറഞ്ഞാൽ അത് ക്ലാരിഫൈ ചെയ്താൽ there ends the matter. പക്ഷേ ഉമ്മൻചാണ്ടി പറഞ്ഞു without any ambiguity the agreement clearly specifies that operation and maintenance of fishing harbour will be undertaken by government and as such government undertaking എന്ന് പറഞ്ഞാൽ ആരാ ചെയ്യുന്നത്? ഗവൺമെന്റിന് വേണ്ടി മറ്റൊരു ഏജൻസിയാണ്. മറ്റൊരു ഏജൻസിക്ക് ആ പ്രമിസസ് കടക്കാൻ പറ്റില്ല. രണ്ട് കോൺട്രാക്ടേഴ്സിന് ഒരേ സൈറ്റിൽ ചെല്ലാൻ പറ്റില്ല റൂൾ അനുസരിച്ച്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഈ കൺസെഷനെയർ ആണല്ലോ അതിലേക്കാണ് വരുന്നത്. ഗവൺമെന്റ് ആൻഡ് ആസ് സച്ച് കൺസെഷനെയർ ഡു നോട്ട് ഹാവ് എനി റൈറ്റ് ടു കളക്ട് യൂസർ ചാർജസ് ഫോർ ഫിഷിംഗ് ഹാർബർ കോമ്പോണന്റ്. എന്തുകൊണ്ട്? പക്ഷേ കൺസെഷനെയർ എന്ന് പറയുന്ന ഒരാൾ അവിടെ നിൽക്കുന്ന കാലത്ത് 60 വർഷം അയാൾ അവിടെ നിൽക്കുകയാണ്. ആ 60 വർഷത്തിനിടെ മറ്റൊരു ഏജൻസിക്ക് ആ പ്രിമിസസ് കയറാൻ പറ്റൂല റൂൾ അനുസരിച്ച്. PWD റൂൾ അനുസരിച്ച് അവിടെ കയറാൻ പറ്റില്ല. ഒന്ന് ആദ്യം. പക്ഷേ ഒരു കാര്യം കൂടി പറയട്ടെ, ഒറ്റ മിനിറ്റ് കൂടി, എനിക്ക് ഒരു മിനിറ്റ് കൂടി തരണം. ഒരു മിനിറ്റ് കൂടി. ഞങ്ങൾക്ക് പലതരത്തിൽ സമ്മർദ്ദപ്പെടുത്താൻ കഴിയും. ഇത് കാട്ടിലെ തടി തേവരുടെ ആനയല്ല എന്ന് വെച്ചാൽ അദ്ദേഹം വിശ്വസിക്കുന്ന ബലം ആരുടേതാണ്, അധികാരം ആരുടേതാണ്? സ്റ്റേറ്റ് ഗവൺമെന്റ്. അല്ല, എനിക്ക് വളരെ പെർട്ടിനന്റ് ആയിട്ട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. അതായത് ഇവിടുത്തെ ആകെ ആർഗ്യുമെന്റ് ഇതും VS അച്യുതാനന്ദൻ വന്ന കാലത്ത് ചെയ്ത അങ്ങനെ ഒരു കമ്പാരിസൺ. അല്ലല്ല, അതാ ഞാനും താങ്കൾ ഈ ഗോൾ പോസ്റ്റ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു നിമിഷം. ഇപ്പൊ അദ്ദേഹം പറയുകയാണ്, ഒരു നിമിഷം, താങ്കളുടെ തന്നെ വാദഗതിയാണ് റഹീം, താങ്കളുടെ തന്നെ വാദഗതിയാണ് ഇത് കാട്ടിലെ തടി തേവരുടെ ആനയല്ല, നമുക്ക് സമ്മർദ്ദപ്പെടുത്താൻ കഴിയുമെന്ന്. ഇവിടെ ക്ലിയർ കട്ടായിട്ട് താ പറയുകയാണ് ഇതിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ഗവൺമെൻറ് ആണ്. അപ്പോഴും അദ്ദേഹം പറയുകയാണ് 60 വർഷം ഈ കൺസെഷനെയർ അവിടെ ഉണ്ടല്ലോ, വേറെ ആരെയും അങ്ങോട്ടേക്ക് കയറ്റാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് യൂസർ ഫീ അവർ പിരിക്കുമല്ലോ എന്ന് അംഗീകരിച്ചു കൊടുക്കുമോ? ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രോജക്റ്റിൽ ഈ ഒരൊറ്റ സിംഗിൾ പോസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ ഗോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തർക്കങ്ങളാണ് നടക്കുന്നത്. ആ പോയിന്റിൽ നിന്ന് മാറും. ഇവിടെ ഈ പോയിന്റിൽ നിന്ന് മാറാൻ എനിക്കൊരു മറുപടി തന്നെ. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ അതുൾപ്പെടെ പറയുകയാണ്. ഇതിലൊരു ടോട്ടാലിറ്റി എടുക്കൂ. ആ ടോട്ടാലിറ്റിയിൽ ഒരൊറ്റ കാര്യമുള്ളൂ. ഇദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇത് വൈബിൾ ഈ പറയുന്ന പ്രോജക്റ്റിലേക്ക് സ്വപ്ന പദ്ധതി എടുക്കാൻ ആരുമില്ല. അവിടെ മുതൽ നിങ്ങൾ നോക്കൂ, ഇങ്ങോട്ട് വാ. അങ്ങനെയൊന്നും ആയിരുന്നില്ല സാർ ഇതിൻ്റെ ചരിത്രം.
ഞാനൊന്ന് പറയട്ടെ സർ, ഞാനൊന്ന് പറയട്ടെ. ലാൻഡ്കോ കൊണ്ടപ്പള്ളി എന്ന് പറയുന്ന ഒരു കമ്പനി അങ്ങോട്ട് പൈസ കൊടുക്കാൻ റെഡിയായിരുന്നു. ഞാൻ പറയട്ടെ, അത് മാത്രമല്ല സാർ കുറച്ച് ചരിത്രം പഠിക്കണം. നെഗറ്റീവ് ടെൻഡർ നെഗറ്റീവ് ടെൻഡർ 437 കോടി രൂപ ഇങ്ങോട്ട് ചോദിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്നു എന്ന് മാത്രമല്ല അതിലൊന്ന്